ഹായ് ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ സ്വന്തം തൊടുപുഴയിലെ വെങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ കോലാനിക്ക് പോണ വഴിക്കുള്ള പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ടാണ് ഇതാ ഈ സമ്മർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം. ദേ ഈ കിടക്കുന്ന പൂക്കൾ കണ്ടോ? നമ്മൾ ഫ്ലിപ്കാർട്ടിലും മീഷോയിലേക്ക് ഒത്തിരി കണ്ടിട്ട് വാങ്ങിയിട്ടൊക്കെയുള്ള പൂക്കളല്ലേ, നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. 100 രൂപ ടിക്കറ്റ് എടുത്ത് ആ ഹാങ്ങിങ് ഫ്ലവേഴ്സിന്റെ അടിയിലൂടെ നമ്മൾ നേരെ വരുന്നത് ഇതാ ഇവരുടെ അടുത്തേക്കാണ്. അപ്പോൾ ടിക്കറ്റിന് എത്രയെന്ന് മനസ്സിലായില്ല, 100 രൂപയാണ് കേട്ടോ. പിന്നെ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, അതിന് മേലിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണം. ഇവിടെ ഇപ്പോൾ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ചെറുതും വലുതുമായ കുറച്ചധികം മൃഗങ്ങൾ, പിന്നെ ഇങ്ങനെ കളർ മാറ്റി കളിക്കുന്ന മരങ്ങൾ, പിന്നെ ചെടികൾ, പൂക്കൾ, കുറച്ച് വെള്ളങ്ങൾ, അങ്ങനെ കുറേ കാഴ്ചകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആകെ ഒരു കളറിങ് മയമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എനിക്ക് ആകെ ഒരു നീലമയമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് പറയണേ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഉള്ള സാഹചര്യമുള്ളവരാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ അത്ര സെറ്റപ്പ് ഉണ്ടാവില്ലല്ലോ. കാരണം അവരൊരു വഴിക്ക് ഓടുമ്പോൾ നമ്മൾ ആ വഴിക്ക് ഓടേണ്ട വരുമല്ലോ. അപ്പം അല്ലാണ്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല സെറ്റപ്പാണ് ഈ ഒരു ഭാഗം. പിന്നെ നമ്മൾ നേരെ ചെന്ന് പോകുന്നത് ഈ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ്. ഇവിടെ ഭയങ്കര ക്യൂട്ടായിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓരോ കുട്ടികൾ നേരെ വന്ന് തൊട്ട് നോക്കിയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ പാവം ചേച്ചി എന്തോരം നേരമാണല്ലോ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണത്. ഇടയ്ക്ക് ആൾ ശ്വാസം വലിക്കാൻ വേണ്ടി നേരെ മേലോട്ട് പോകും, പിന്നെയും വെള്ളത്തിൽ വന്നിട്ട് ഇതാ ഇങ്ങനെ ടാറ്റ ബൈ ബൈ ഉമ്മ കൊടുക്കലൊക്കെ ആയിരുന്നേ. എന്താണെങ്കിലും ഇവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണ്ടോ. ഈ വെള്ളത്തിനിടയിൽ ഇങ്ങനെ തണുത്ത് കിടന്നിട്ട് എല്ലാവരും സന്തോഷിപ്പിക്കാൻ കാണുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് വലുത്. നമ്മുടെ കുട്ടി സാധ്യമായിട്ടായിരുന്നു ഇങ്ങനെ മത്സ്യകന്യകനെ കാണുന്നത്. നെച്ചസൊക്കെ കൈ പിടിക്കണം നോക്കാം, അവരിങ്ങനെ പിടിക്കണുണ്ട്, അതെനിക്ക് പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണത് കുറേ സ്റ്റാളുകളിലോട്ടാണ്. പക്ഷെ കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് കടകളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒത്തിരി വിലയൊന്നും ഇല്ലായിരുന്നു. ഈ വാച്ചൊക്കെ ഉണ്ടോ 100, 150 എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് സ്റ്റാളുകൾ, ഇതാ മുണ്ടുകളുടെ സ്റ്റാളുകൾ, അങ്ങനെ കുറച്ച് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ അതും ഇതൊക്കെ മേടിച്ചു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുറേ മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ നൊസ്റ്റ് ഉണർത്തുന്ന കുറേ അധികം മിഠായികൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം മേടിച്ചിട്ട് അവിടെയൊക്കെ വെച്ച് തന്നെ കഴിച്ചിട്ട് പോന്നു. പിന്നെ അതായത് കുറേ കമ്മൽ സെറ്റുകളൊക്കെ ആയിരുന്നു, കുറേ ഡിസൈനുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ അച്ചാറാണ് കേട്ടോ. നമുക്കത് കഴിച്ച് നോക്കാം, കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. അച്ചാർ മാത്രമല്ല, അങ്ങനെ വേറെ എന്തോ സാധനങ്ങളൊക്കെ. ഇത് പിന്നെ മുളകിൻ്റെ, ബീട്രൂട്ടിൻ്റെ, അങ്ങനെ പലതരം പപ്പടങ്ങളാണ്. പിന്നെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ നയാഗ്ര വാട്ടർഫാൾസിൻ്റെ ആ ഒരു രൂപത്തിലേക്കാണ്. ഇതാണ് നയാഗ്ര വാട്ടർഫാൾസ്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ. പക്ഷെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഓരോന്നിനും നമ്മളിപ്പോൾ എന്ത് പേരിട്ടാലും നമ്മൾ അതായിട്ട് സാമ്യം ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പോവുക, കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തായാലും സംഭവം നൈസൊക്കെ ആയിരുന്നു. പല കളറിൽ ഇങ്ങനെ വെള്ളമെല്ലാം കാണുമ്പോൾ, അല്ല വെള്ളത്തിൻ്റെ കളറല്ല എന്നാൽ ലൈറ്റിൻ്റെ കളർ ആണെങ്കിലും അത് എൻജോയ് ചെയ്യാവുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 100 രൂപയ്ക്ക് നമുക്ക് ഈ റൈഡുകളൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതിനെല്ലാം നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. ഇതിനൊക്കെ എല്ലാത്തിനും 50 രൂപ വെച്ചാണ്. പക്ഷെ നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒന്ന് കയറും പിന്നെ കയറില്ല. പക്ഷെ അവർക്ക് കയറാണ്ടിരിക്കാൻ പറ്റുമോ? അവരെന്താണെങ്കിലും കയറണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ചെയ്യും, നമ്മൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്യണം. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന 100 രൂപ ടിക്കറ്റിൽ ഏതെങ്കിലും ഒരു റൈഡെങ്കിലും ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണമായിരുന്നു. പക്ഷേ ഇതെല്ലാത്തിനും ഫീസാണെന്നേ. പിന്നെ നമ്മളിതാ എറിഞ്ഞതാണ്ട് ഒരു ഹോർലിക്സ് ഏട്ടൻ ഒപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 50 രൂപയാണ് കേട്ടോ അത് എറിയണേന്. ഈവനിങ് 4 to 9 വരെയാണ് സമയം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് പോകുന്നേ.